മരുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്ന ഈത്തപ്പഴം എന്ന് പറയുന്ന വളരെ മഹത്വമുള്ള ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മരുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്ന ഈത്തപ്പഴം എന്ന് പറയുന്ന വളരെ മഹത്വമുള്ള ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ്. ഈത്തപ്പഴത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ള ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔഷധമാണെന്നും അതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 3 തരം ഗുണങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ആത്മീയപരമായിട്ടുള്ളത്, മറ്റൊന്ന് ശാരീരികപരമായിട്ടുള്ളത്, മറ്റൊന്ന് മാനസികപരമായിട്ടുള്ള, ഇങ്ങനെയുള്ള 3 ഗുണങ്ങളെക്കുറിച്ചാണ്, 3 തരം ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ വിഷയം ആത്മീയ ഗുണത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ എന്ന് പറയുന്നത് സുന്നത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്ന ഒരു ഭക്ഷണമാണ്. ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കഴിക്കുക എന്നത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളിൽപ്പെട്ടതാണ് നോമ്പ് തുറക്കുന്നതിലുള്ള പുണ്യം. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ അത്താഴ സമയത്തും ഈത്തപ്പഴം കഴിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം ഈത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ മിനറൽസും നൽകാൻ കഴിവുള്ള ഒരു ഭക്ഷണമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിന്റെ പകുതി സമയവും നമ്മൾ പട്ടിണിയാണ്. അപ്പോൾ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് എല്ലാ മിനറൽസും ലഭിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായും ആത്മീയപരമായും ഗുണമുള്ള ഒരു കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, മൂന്നാമതായിട്ട് പറയാനുള്ളത് ബറക്കത്ത് ലഭിക്കും എന്നതാണ്. ഈത്തപ്പഴം കഴിക്കുന്നത് ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, വീട്ടിൽ ഈത്തപ്പഴം സൂക്ഷിക്കുക എന്നത് ബറക്കത്ത് ഉണ്ടാകാനുള്ള ഒരു കാരണമാകും. ദാരിദ്ര്യമില്ലാതിരിക്കാനൊരു കാരണമാകും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കാരണമാകും. ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് വലിയ വീടുണ്ട്, നല്ല വരുമാനമുണ്ട്, വലിയ വാഹനമുണ്ട്, സന്തോഷം അല്ലെങ്കിൽ പോയില്ലേ. ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ വരുമാനമാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു കഴിവാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നൽകുന്ന വലിയൊരു ഔദാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ഈത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകും എന്നത്. ഇനി മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യൻ രാവിലെ ഈത്തപ്പഴം കഴിച്ച് വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു വരുന്നത് വരെ അവനെ വിഷമേൽക്കുകയില്ല, അവനക്ക് മാരണമേൽക്കുകയില്ല എന്ന്. അപ്പൊ ഈത്തപ്പഴത്തിന്റെ ഗുണത്തെ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി പറയാനുള്ളത് ഈത്തപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന ശാരീരികമായ ഗുണങ്ങളെ കുറിച്ചാണ്. ഈത്തപ്പഴം കഴിച്ചാൽ ലഭിക്കുന്ന ശാരീരിക ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗർഭിണികളായിരിക്കെ ഭക്ഷണം കഴിക്കുക എന്ന്, ഈത്തപ്പഴം കഴിക്കുക എന്നത്. ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗർഭിണികളായി ചെല്ലുന്ന എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും ഇപ്പോൾ ഈത്തപ്പഴം റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം ആ ഈത്തപ്പഴത്തിൽ എന്തൊക്കെ ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ആ മാതാവിനും ആവശ്യമുള്ള മിനറൽസ് ഉണ്ടോ അതൊക്കെ ഈത്തപ്പഴത്തിൽ ലഭ്യമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം പോലും ഈത്തപ്പഴത്തിന്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പരിശുദ്ധ ഖുർആനിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, പ്രസവ സമയത്ത് ഈത്തപ്പന പിടിച്ചു കൊലുക്കാനും അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് ഭക്ഷിക്കാനും അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന വേദന ഇല്ലാതിരിക്കാനും അതുപോലെ കുട്ടിയുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ട ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാകാനും ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുമെന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് തൽക്ഷണ ഊർജം എന്ന് പറയുന്നത്, ഇൻസ്റ്റന്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പോൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ആ ചോറ് കഴിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് എത്തി ദഹിച്ച് നമ്മുടെ രക്തം ആ വയറ്റിൽ നിന്ന് അതിൻ്റെ മിനറൽസ് ഊർജം വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തണമെങ്കിൽ സമയമെടുക്കും. എന്നാൽ നമ്മൾ കഴിച്ചത് ഈത്തപ്പഴമാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ദഹിക്കുകയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ എനർജിയെ എത്തിക്കാൻ ഈത്തപ്പഴം എന്ന് പറയുന്ന ആ പഴത്തിന് കഴിയും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇനി മറ്റൊന്ന് ഹൃദയത്തിൻ്റെയും ദഹന വ്യവസ്ഥയുടെയും ആരോഗ്യമാണ്. ഹൃദയത്തിന് ആവശ്യമുള്ള എല്ലാ മിനറൽസും നമ്മുടെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്നത്. ഹൃദയം വളരെ സ്ലോ ആയിട്ടാണ് മിടിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ക്ഷീണം ഉണ്ടാകും, വളരെ ഒരു ഉഷാറില്ലാതെ സന്തോഷമില്ലാതെ നമ്മൾ ഇരിക്കേണ്ടി വരും. എന്നാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടിയാലോ നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റി പോലെയുള്ള ഭയം പോലെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകും, ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുകയാണ് ചെയ്യാറുള്ളത്, അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ ഹൃദയത്തിന്റെ പ്രവർത്തനം വളരെ ആരോഗ്യപരമായി നടക്കാൻ ആവശ്യമുള്ള എല്ലാ മിനറൽസും ഈത്തപ്പഴത്തിൽ ലഭ്യമാണ്. ആ ഈത്തപ്പഴം
ഡെയിലി ഒന്നെങ്കിലും കഴിക്കണം. ഹൃദ്രോഗികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും. അവർ ഒരു ദിവസം ഷുഗറൊക്കെ ഉള്ളവർ കുറച്ച് കഴിച്ചിട്ട്, എന്നാൽ ഷുഗറൊന്നും ഇല്ലാത്ത നമുക്ക് കഴിക്കാൻ കഴിയുന്ന സമയത്ത് ഒരു ഈത്തപ്പഴമെങ്കിലും ഒരു ദിവസം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും ഒരുപാട് അതിൻ്റെ ഗുണങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ആത്മീയ ഗുണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തത് മനസ്സിന് ശാന്തത നൽകുമെന്നതാണ്. മനസ്സിന് ശാന്തത, നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള പൊട്ടാസ്യം പോലെയുള്ള, മെഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് ഒക്കെ ധാരാളം ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിന് ഒക്കെ ആവശ്യമുള്ള മൂലകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ശാന്തനായി പെരുമാറാനും സന്തോഷത്തോടുകൂടെ എല്ലാ സമയത്തും ആങ്സൈറ്റി പോലെയുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും ഇല്ലാതെ, ഉത്കണ്ഠ പോലെയുള്ളതൊന്നും ഇല്ലാതെ സന്തോഷത്തോടുകൂടെ ഉന്മേഷവാനായി എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുമെന്നതാണ് ഒരു ദിവസത്തിൽ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കുന്നത് കൊണ്ട് അവനക്ക് ലഭിക്കുന്ന ഗുണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുമെന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹിഫ്ലിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്ന, നമ്മൾ തന്നെ പലതും പഠിക്കുന്നുണ്ടാവും. ഈ പഠിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാനും, സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്തെടുക്കാനും നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആവശ്യം, ബ്രെയിനിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒരു ഘടകമാണ് ഈത്തപ്പഴം എന്ന് പറയുന്ന ഭക്ഷണം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേഷ്യം നിയന്ത്രിക്കാനാണ്. അല്ലേ, ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവും അതുപോലെ മക്കളും ഉമ്മ ബാപ്പങ്ങളൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേഷ്യമാണ്. ശാന്തത ഇല്ലാതെ ആവുക എന്നതാണ്. കുടുംബാന്തരീക്ഷം മോശമാവാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു കുടുംബത്തിന്റെ സന്തോഷം തിരിച്ചു ലഭിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, വീട്ടിൽ ഭർത്താവ് കുറച്ച് ദേഷ്യക്കാരനാണെങ്കിൽ, വാപ്പ കുറച്ച് ദേഷ്യക്കാരനാണെങ്കിൽ, ഉമ്മ കുറച്ച് ദേഷ്യക്കാരിയാണെങ്കിൽ, ഭാര്യ കുറച്ച് ദേഷ്യക്കാരിയാണെങ്കിൽ, ഒരു ദിവസത്തിൽ ഗുളിക കൊടുക്കുന്നത് പോലെ ഒരു ഈത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അവർ ശാന്തരാകും, അവർക്ക് മനസമാധാനം കിട്ടും, അവരുടെ ആ പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടം ഇല്ലാതെയാകും ഈത്തപ്പഴം എന്ന് പറയുന്ന അതിമഹത്തായ ഈ ഭക്ഷണം കൊണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. ആത്മീയമായ, ശാരീരികമായ, അതുപോലെ തന്നെ മാനസികമായ മേഖലകളിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി